ഇപ്പോ ഉസോപ്പും ടീമും അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ഹ്യൂമൻ പൈററ്റ്സിനോടും കെഞ്ചും. അപ്പോഴായിരിക്കും ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുക. ബ്ലഡ് തരാൻ ഞാൻ തയ്യാറാണ്. ഉടനെ എല്ലാവരും ഷോക്കായിട്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ജിംബൈ. ഇങ്ങ് പോലും ഒരു സെക്കൻഡ് ഷോക്കാവും. ജിംബൈ മുൻപോട്ട് വന്ന് അവരോട് പറയും, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എഫ് ആണ്. ലൂഫിക്ക് ബ്ലഡ് കൊടുക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതം. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഉടനെ ഉസോപ്പ് ചോദിക്കും, നിങ്ങളും ഫിഷ്മാൻ ഐലാൻഡിലെ ഒരു മെമ്പർ അല്ലേ? നിങ്ങൾക്ക് ഹ്യൂമൻ ബീയിങ്സിന് ബ്ലഡ് കൊടുക്കാൻ പാടില്ലല്ലോ. അതിനാവും പറയും, ഞാനൊരു പൈറട്ടാണ്, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ബ്ലഡ് കൊടുക്കും. അവനത് പറയേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങള് അവരിപ്പോ ചാടി കൈയടിച്ചും ജിംബയുടെ പേരൊക്കെ വിളിച്ചു പറഞ്ഞും അവനെ സപ്പോർട്ട് ചെയ്യും. ചീഫ് ആണെങ്കിൽ ഷോക്കായിട്ട് കിങ്ങിനോട് ചോദിക്കും, നമ്മുടെ നിയമത്തിനെതിരല്ലേ ജിംബൈ ചെയ്യുന്ന കാര്യം? സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതിന് കിങ് പറയും, അതൊക്കെ പഴയ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊക്കെ പണ്ടേ കാറ്റിൽ പറക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി ഫിഷ്മാൻസും ഹ്യൂമൻ ബീയിങ്സും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാന്ന് പറഞ്ഞ് ആളങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. ജിംബൈയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൂഫിയുടെ അടുത്ത് പോയി കിടക്കും. ചോപ്പർ ഇപ്പോ ജിംബൈയുടെ ബോഡിയിൽ വയർ കണക്ട് ചെയ്ത് ബ്ലഡ് പതിയെ കളക്ട് ചെയ്ത് അത് ലൂഫിയുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഫിഷ്മാൻസും ഹ്യൂമൻ പൈററ്റ്സും എല്ലാവരും അത് നോക്കുകയാണ്. ഫിഷ്മാൻസിന്റെ ബോഡിയിൽ മുറിവ് പറ്റിയാലും ഹ്യൂമൻസിന്റെ ബോഡിയിൽ മുറിവ് പറ്റിയാലും ഒരേ രക്തം തന്നെയാണ് പുറത്തേക്ക് വരുന്നതെന്ന് അവർ തിരിച്ചറിയും. മനുഷ്യരും ഫിഷ്മാൻസും തമ്മിലുള്ള ഒരു വരമ്പ് അതിവിടെ വെച്ച് ഇല്ലാതാവുമ്പോ ലൂഫി പതിയെ കണ്ണു തുറക്കും.